ആ വിളി കേട്ട് ദേവുവും വിന്ദയും തിരിഞ്ഞു നോക്കിയെങ്കിലും മീനു തിരിഞ്ഞു നോക്കിയില്ല. മീനാക്ഷിയാണോ വിളിച്ചേ? വിന്ദ ചോദിച്ചു. അതെ. അവൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. എടി, നിന്നെ വിളിക്കുന്നു. വിന്ദ പറഞ്ഞു. മീനു പതിയെ തിരിഞ്ഞു നോക്കി. അവൻ അവളെ നോക്കി മുഖത്ത് വെച്ച കൂളിംഗ് ഗ്ലാസ് അഴിച്ചു. ആരാ? മീനാക്ഷിയെ എങ്ങനെ അറിയാം? ദേവു ചോദിച്ചു. മീനാക്ഷിയെ മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ ഫാമിലിയെയും എനിക്കറിയാം. കൂടുതൽ മീനുവിനെ അറിയാം, അവൻ പറഞ്ഞു. എങ്ങനെ? എന്താ ഏട്ടൻ്റെ പേര്? ദേവു ചോദിച്ചു. മൈ നെയിം ഈസ് സ്റ്റാലിൻ ഡേവിഡ്. ഐ ആം എ ബിസിനസ്മാൻ. നാട് ഇവിടെ കോട്ടയം പാലയിലാണ്, സ്റ്റാലിൻ പറഞ്ഞു. മീനുവിനോടുള്ള പരിചയം എങ്ങനെയാണ്? ഇതിനു മുന്നേ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, ദേവു പറഞ്ഞു. ഇന്നലെ മീനു എൻ്റെ ഫ്ലാറ്റിലായിരുന്നു. മീനു എൻ്റെ മുന്നിൽ വെച്ചാണ് BP ലോ ആയി വീണത്, സ്റ്റാലിൻ പറഞ്ഞു. ആ, പറഞ്ഞിരുന്നു. അല്ല, ഞങ്ങളെ എങ്ങനെയാണ് അറിയുന്നത്? വിന്ദ ചോദിച്ചു. അതൊക്കെ അറിയാം. പറയട്ടെ? സ്റ്റാലിൻ ചോദിച്ചു. പറ, ദേവു പറഞ്ഞു. മോളുടെ പേര് ദേവാഞ്ജലി, അച്ഛൻ കൃഷ്ണൻ, അമ്മ മീര. ഒറ്റ മകളാണ്. ഇവിടെ ഈ കോളേജിൽ ഡിഗ്രി ആദ്യവർഷ വിദ്യാർത്ഥിനി. ദേ ഈ നിൽക്കുന്ന മീനുവിൻ്റെ ഏട്ടൻ കോട്ടയം DYSP ശ്രീധുവൻ്റെ കുട്ടിക്കാലം മുതലേ പ്രണയിക്കുന്നു. എന്നാൽ പുള്ളിക്കാരൻ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? സ്റ്റാലിൻ പറയുന്നത് കേട്ട് മീനുവും വിന്ദുവും ദേവുവും ഒരുപോലെ ഞെട്ടിപ്പോയി. ഇനി മോളുടെ പേര് മിത്രവിന്ദ. അച്ഛൻ്റെ പേര് സുരേഷ്, അമ്മയുടെ പേര് ഗീത. ഈ കോളേജിൽ ദേവുവിൻ്റെ ഒപ്പം പഠിക്കുന്നു. ശിവധ്രുവൻ്റെ കൂട്ടുകാരനും കോട്ടയം സിറ്റി പോലീസ് കമ്മീഷണറായ ആദിദേവിനെ ഇഷ്ടമാണ്. പക്ഷേ തുറന്നു പറഞ്ഞിട്ടില്ല അല്ലേ? സ്റ്റാലിൻ പറഞ്ഞു. വീണ്ടും ഒരു ഞെട്ടൽ കടന്നുപോയി. 3 പേരും മുഖത്തോട് മുഖം നോക്കി നിന്നു പോയി. എല്ലാം ശരി. താൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇന്നലെ എൻ്റെ ഏട്ടന്മാർ പറഞ്ഞത് കേട്ടല്ലോ. പിന്നെയും എന്തിനാ വന്നേ? മീനു ചോദിച്ചു. നിന്നെ കാണാൻ. നോക്ക് മീനാക്ഷി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ നേടാൻ ആരുടെയും സമ്മതം വേണ്ട. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് നിൻ്റെ ഈ ഒരാളുടെ സമ്മതം മാത്രം വേണം. അതാണ് ഞാൻ വന്നത്, സ്റ്റാലിൻ പറഞ്ഞു. അത് ദേവും വിന്ദവും ഞെട്ടിക്കൊണ്ട് മീനുവിനെ നോക്കി. മീനു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എൻ്റെ ഏട്ടന്മാർക്കും നിങ്ങളെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനിയും എൻ്റെ പിന്നാലെ വരരുത്, മീനു അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ സ്റ്റാലിൻ അവൾ ചൂണ്ടിയ ആ വിരൽ പിടിച്ചുകൊണ്ട് അവനോട് അടുപ്പിച്ചു. മീനു അവൻ്റെ ദേഹത്തെ കമർന്നതും ഒരു കൈകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലായി ചേർത്തു. ദേവുവും വിന്ദുവും ഞെട്ടിക്കൊണ്ട് നിന്നു. മീനു അവനിൽ നിന്ന് കുതറി മാറാൻ നോക്കി. വെറുതെ കുതറാൻ നോക്കണ്ട മീനു, നിന്നെക്കൊണ്ട് അതിന് പറ്റില്ല. ഐ ടോൾഡ് യു ഡോണ്ട് ടേക്ക് മീ ഫോർ ഗ്രാൻറ്റഡ്. നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ പറയാം, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷേ നിന്റെ ചേട്ടന്മാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും പറയരുത്. ഐ ഓൺലി ആസ്ക്ഡ് ഫോർ യുവർ ഒപ്പീനിയൻ ആൻഡ് ദാറ്റ്സ് ഓൾ യു ഹാവ് ടു സേ, സ്റ്റാലിൻ മീനുവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അടുത്ത നിമിഷം മീനുവിൻ്റെ കൈ സ്റ്റാലിൻ്റെ കവിളിൽ പതിച്ചു. അവളിൽ നിന്നുള്ള പിടി സ്റ്റാലിൻ വിട്ടു. ഹു ആർ യു ടു പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ മൈ ബോഡി? ഐ ഡോണ്ട് ലവ് യു. ദിസ് ഈസ് ജസ്റ്റ് മൈ ഒപ്പീനിയൻ. അതും പറഞ്ഞുകൊണ്ട് മീനു അവിടെ നിന്നും ദേഷ്യത്തിൽ കോളേജിലേക്ക് കയറി. സ്റ്റാലിൻ അവിടെ അങ്ങനെ നിന്നു. ദേവും വിന്ദുവും സ്റ്റാലിനെ നോക്കി. അവൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സോറി ഏട്ടാ, ദേവു പറഞ്ഞു. സാരില്ല, കോളേജിൽ കയറിക്കോ, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ ദേവും വിന്ദുവും ക്ലാസ്സിലേക്ക് കയറിപ്പോയി. സ്റ്റാലിൻ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് കോളേജിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ധ്രുവ് തൻ്റെ ഓഫീസിലെ ക്യാബിനിൽ ഇരിക്കുമ്പോഴാണ് ആദി അങ്ങോട്ട് വന്നത്. അവൻ്റെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ധ്രുവ, ഇത് വിജയ്, കോട്ടയത്തെ VJ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഓണറായ ദേവരാജിൻ്റെ മകനാണ്. കഴിഞ്ഞ 2 ദിവസമായി ദേവരാജിനെ കാണാനില്ല എന്നാണ് വിജയുടെ പരാതി, ആദി പറഞ്ഞു. എന്നാണ് ദേവരാജിൻ്റെ അവസാന കോൾ വന്നത്? എത്ര മണിക്കാണ്? ധ്രുവ് ചോദിച്ചു. അവസാന കോൾ വന്നത് വെള്ളിയാഴ്ചയാണ്. അതും രാത്രി ഒരു 10:30-ക്കാണ് വന്നത്, വിജയ് പറഞ്ഞു. എന്തിനാണ് അന്ന് വിളിച്ചത്? ധ്രുവ് ചോദിച്ചു. എൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെ ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എത്തുമെന്ന്, വിജയ് പറഞ്ഞു. അനിയത്തിയുടെ എല്ലാ പിറന്നാൾ ദിവസവും ഇങ്ങനെയാണോ? അതായത് ആഘോഷമെല്ലാം? ധ്രുവ് ചോദിച്ചു. അതെ, പഠിക്കുന്നത് +2-ലാണ്. അവൾ ഒത്തിരി കാലത്തിന് ശേഷം ജനിച്ചതുകൊണ്ട് എൻ്റെയും അച്ഛൻ്റെയും ചെല്ലക്കുട്ടിയാണ്. അത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും അച്ഛൻ അവളുടെ ഒരു കാര്യമാണേൽ ഓടി വരും, വിജയ് പറഞ്ഞു. അനിയത്തിയുടെ പേരെന്താ? ധ്രുവ് ചോദിച്ചു. വൈഗനന്ദ, വിജയ് പറഞ്ഞു. അച്ഛന് ബിസിനസ് എനിമി അങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയോ? അച്ഛൻ മറ്റോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? അച്ഛൻ്റെ ഒപ്പം ഓഫീസിൽ തന്നെയാണോ നിൻ്റെ ജോലി, അതോ വേറെ ജോലിയാണോ? ധ്രുവൻ ചോദിച്ചു.
അങ്ങനെ പറഞ്ഞു കേട്ട അറിവുമൊന്നുമില്ല. പിന്നെ ഇത് ബിസിനസ്സല്ലേ, പറയാതെയും അറിയാതെയും ഇനിമ ഉണ്ടാകുമല്ലോ. വിജയ് പറഞ്ഞു. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കാം. പിന്നെ ഇവിടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അത് വേണേൽ ഒന്ന് വന്ന് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ശരിയല്ലേ ധ്രുവ? ആദി പറഞ്ഞു. സാർ, വിജയ് ഒരു വിഷമത്തോടെ വിളിച്ചു. ഐ നോ വിജയ് വിൽ ബി വറീഡ് ബട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ. ധ്രുവൻ വിജയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആദി, വേഗം ആശുപത്രിയിലേക്ക് പോകാൻ വണ്ടിയെടുക്കാൻ പറ, ധ്രുവ് പറഞ്ഞു. ഓക്കെ. ആദി അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ക്ലാസ്സിലിരിക്കുന്ന സമയത്തൊന്നും മീനു ദേവുവിനോടും ബിന്ദുവിനോടും മിണ്ടിയില്ല. വിന്ദയും ദേവും തിരിച്ചൊന്നും ചോദിച്ചതുമില്ലായിരുന്നു. ബ്രേക്ക് സമയമായപ്പോൾ ദേവും വിന്ദയും മീനുവിനടുത്ത് വന്നിരുന്നു. മീനു അവരെ രണ്ടുപേരെയും നോക്കി. നിങ്ങൾ ഒന്നും ചോദിക്കണ്ട, ഞാൻ എല്ലാം പറയാം. ഞാൻ ഇന്നലെ കൂട്ടുകാരിയുടെ പിറന്നാളിന് പോവാൻ വേണ്ടി ഒരു പോക്കറ്റ് റോഡ് കയറി. വണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ എൻ്റെ മുന്നിലേക്ക് തെറിച്ച് വീണത്. ദേഹം മുഴുവനും മുറിവും ചതവും ആയൊരാൾ. ഞാൻ പേടിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴാണ് അവിടേക്ക് 2-3 കാറുകൾ വന്നത്. എനിക്കൊന്നും അപ്പോഴും മനസ്സിലായിരുന്നില്ല. മീനു ഉണ്ടായ കാര്യം മുഴുവൻ ദേവുവിനോടും വിന്ദയോടും ഒരു അക്ഷരം വിടാതെ പറഞ്ഞു. ഒരു സിനിമാ കഥ പോലെ വിന്ദയും ദേവുവും ഞെട്ടിയിരുന്നു പോയി. എന്നാലും ഇതൊക്കെ? എടി, നീ എന്തിനാ ആ ചേട്ടനെ തല്ലിയേ? നീ പറഞ്ഞു കേട്ടിടത്തോളം ആളൊരു നിസാരനല്ല. നീ ഒന്ന് കരുതിയിരുന്നു, വിന്ദ പറഞ്ഞു. ഓ പിന്നെ, ഇല്ലേൽ അയാൾ എന്നെ എന്ത് ചെയ്യുമെന്നാ നീ പറയുന്നേ? മീനു പുച്ഛത്തോടെ ചോദിച്ചു. എടി മീനു, നീ ആളെ ശ്രദ്ധിച്ചോ? എന്തൊരു സുന്ദരനാണ്. അങ്ങേർക്ക് നിന്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നിന്നെപ്പോലെ ഒരു 100 പെണ്ണിനെ കിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക്. നിന്റെ പുറകെ ഇഷ്ടമില്ലാതെ വരൂ. ഇനി വേറെ ഒരു കാര്യം, അയാൾ ഒരാളെ തോക്കുകൊണ്ട് വെടിവെക്കുന്നത് നീ കണ്ടതല്ലേ? അത്രയും ഗട്ട്സുള്ള ഒരാൾ അയാളുടെ ഫ്ലാറ്റിൽ കയറി വന്ന് അയാളെ ചവിട്ടി വീഴ്ത്തിയ നിന്റെ ഏട്ടന്മാരോട് എതിർക്കാതെ ഇരുന്നതും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ദേ നോക്ക് മീനു, നമ്മൾ ആഗ്രഹിക്കുന്നതിലും മനോഹരമായിരിക്കും നമ്മൾ ഒട്ടും വിചാരിക്കാത്ത നേരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ. ദേവു മീനുവിനോട് പതിയെ സമാധാനമായി പറഞ്ഞു. വിന്ദയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അത് അയാൾ തിരിച്ചറിയാതെ പോകുന്നതിലുള്ള വേദന എനിക്ക് നല്ല പോലെ അറിയാം, ദേവു പറഞ്ഞു. നീ അയാളെ ഇഷ്ടപ്പെടണമെന്നല്ല പറയുന്നത്. നിന്റെ ദേഹത്ത് കൈവച്ചത് തെറ്റ് തന്നെയാണ്. എന്നാലും നീ ഇനി അയാളെ കാണുവാണേൽ ഒരു സോറി പറയണം. കാര്യം പറഞ്ഞു മനസ്സിലാക്കണം. നിന്നെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ നീ പറഞ്ഞാൽ അയാൾ നിന്റെ നിഴൽ വെട്ടത്ത് പോലും വരില്ല, വിന്ദ പറഞ്ഞു. മീനു ഒന്ന് ആലോചിച്ചു. പറയുന്നതെല്ലാം ശരിയാണ്. താൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ അയാളോട് സോറി പറഞ്ഞോളാം. പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്, മീനു പറഞ്ഞു. അത് കേട്ട് ദേവുവും വിന്ദുവും മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.